ഹലോ ഗൈസ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് പീസ് മസാല കറിയാണ്. വീഡിയോയിലോട്ട് കിടക്കാം. ഇവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ പീസാണ്. 3 തക്കാളി അരിഞ്ഞത്, 3 വലിയുള്ളി അരിഞ്ഞത്, പിന്നെ 2 പച്ചമുളക് അരിഞ്ഞത്, 4 വെളുത്തുള്ളി, അണ്ടിപ്പരിപ്പ് കുതിർത്തി വെച്ചത്, ബട്ടർ, ഒരു തുണ്ട് ഇഞ്ചി, മല്ലിയില, പിന്നെ ആവശ്യത്തിന് 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, കുറച്ച് കസ്തൂരിമേത്തി. പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഈ പരുവത്തിലാണ് ചതച്ചെടുക്കേണ്ടത്. അരിഞ്ഞു വെച്ച തക്കാളി മിക്സിയിലേക്ക് ഇട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ചീനച്ചട്ടി കാഞ്ഞ ശേഷം 1 സ്പൂൺ എണ്ണ ഒഴിച്ച് പകുതി ഉള്ളി അതിലേക്കിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. ഉള്ളി ഒന്ന് വഴന്ന ശേഷം നമുക്ക് അതിലേക്ക് കുതിർത്തിയ അണ്ടിപ്പരിപ്പും ചേർത്ത് ഇട്ട് കൊടുക്കുക. ഒന്ന് നന്നായി വഴറ്റി കൊടുക്കുക. ഉള്ളി വഴറ്റിയതിന് ശേഷം നന്നായിട്ട് ആറാനായിട്ട് ഒരു പ്ലേറ്റിലേക്കിട്ട് മാറ്റാം. ആറിയതിന് ശേഷം നമുക്കൊരു മിക്സി ജാർ എടുത്ത് അത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഈ പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത്. ഇനി ബാക്കിയുള്ള ഉള്ളി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അത് നന്നായി വഴറ്റിയെടുക്കുക. 1/2 സ്പൂൺ ഉപ്പ് നന്നായിട്ട് ഉള്ളി വഴറ്റാനായി ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. നല്ല ഗോൾഡൻ കളർ വരുന്നവരെ ഒന്ന് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അതിനുശേഷം നമുക്ക് പൊടികളെല്ലാം ഇടാം. പൊടികളെല്ലാം ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അതിന് ശേഷം പീസ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് പീസ് ഇട്ട ശേഷം നന്നായി വഴറ്റി കൊടുക്കുക. എന്നിട്ട് ചതച്ച് വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പച്ചമുളകും ഇഞ്ചിയും വെള്ളാങ്കായും നല്ല ചതച്ചത് നന്നായി വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റിക്കൊണ്ടേയിരിക്കുക. നന്നായി വഴറ്റിയ ശേഷം നമുക്ക് അതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച തക്കാളി ഉണ്ടല്ലോ, അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി വഴറ്റി കൊടുക്കുക. തക്കാളിയെല്ലാം പീസിലേക്ക് നന്നായി പിടിച്ച് കിട്ടാനായിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. മസാലയെല്ലാം നന്നായിട്ട് ജോയിൻ്റ് ആവണം. അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഒരു മൂടി വെച്ചിട്ട് അതിനെ അടച്ച് ഒരു 10 മിനിറ്റ് വേവാനായിട്ട് കൊടുക്കുക. 10 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. പീസെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും വലിയ ഉള്ളിയും കൂടെ അരച്ച പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് നന്നായി ജോയിൻ്റ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിന് ശേഷം നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കസ്തൂരിമേത്തി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഉപ്പും എരിവും എല്ലാം കറക്റ്റാണെന്ന് ഒന്ന് നോക്കണം. അങ്ങനെ കറി നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി ടേസ്റ്റിന് വേണ്ടി നമുക്ക് കുറച്ച് ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഈ ബട്ടർ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് പീസ് മസാലയ്ക്ക് നല്ല സ്വാദ് കൂട്ടും. പിന്നെ ഇത് ചപ്പാത്തീൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും വേറെയുള്ള ദോശയുടെ കൂടെയും എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.